അയാൾ ഗാഢമായി അതിനെപ്പറ്റി ചിന്തിക്കുവാൻ തുടങ്ങി. ഒരു രാത്രിയായിരുന്നു അത്. ഗാന്ധാരി ഗർഭിണിയാണ്. ഗാന്ധാരിയുടെ കരച്ചിൽ കൊട്ടാരം മുഴുവൻ അലയടിക്കുന്നുണ്ടായിരുന്നു. ധൃതരാഷ്ട്രർ വാർത്തയ്ക്കായി അക്ഷമനായി കാത്തിരിക്കുകയാണ്. എന്നാൽ പുറത്ത് കാര്യങ്ങൾ കുറച്ച് ഭീതിയുള്ളതായിരുന്നു. തൊഴുത്തിലെ മൃഗങ്ങൾ പരിഭ്രാന്തരായി നിലവിളിക്കുന്നുണ്ട്. കാക്കക്കൂട്ടങ്ങൾ മേൽക്കൂരകളിൽ ഭയങ്കരമായി ഒത്തുകൂടി ഇടതടവില്ലാതെ കുതിക്കുന്നു. കൊട്ടാരത്തിലെ ക്ഷേത്രത്തിൽ ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നു. തങ്ങളുടെ രാത്രികാല ചടങ്ങുകൾ പുരോഹിതന്മാർ അപ്പോൾ തന്നെ നിർത്തി. എന്തോ ഒരു വിചിത്രമായ ഭയം ആ പ്രദേശം മുഴുവൻ വ്യാപിച്ചു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ ശബ്ദം കൊട്ടാരത്തിൽ പതിഞ്ഞു. ഹസ്തിനപുരത്ത് വളരെ നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ ധൃതരാഷ്ട്രരുടെ മുഖത്ത് അപൂർവ പുഞ്ചിരി വിടർന്നു. ഹസ്തിനപുരത്തിന്റെ ഭാവി, അയാൾ മനസ്സിൽ പറഞ്ഞു. പക്ഷേ ആ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു. ജനിച്ച നിമിഷങ്ങൾക്കകം ഭീഷ്മരുടെയും വിദുരരുടെയും നേതൃത്വത്തിൽ രാജമുനിമാർ കൊട്ടാരത്തിലെത്തി. അവരുടെ മുഖങ്ങൾ മ്ലാനമായിരുന്നു. അവരുടെ കണ്ണുകൾ അവർ കണ്ട ശകുനങ്ങളുടെ ഭാരം പ്രതിഫലിപ്പിക്കുന്നുണ്ട്.